ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പട്ടുപാവാട കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 3 മീറ്റർ വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അതിനെ ഇതുപോലെ ആദ്യം നമുക്ക് രണ്ടായിട്ട് മടക്കാം. അതിനുശേഷം ഒന്നുകൂടെ മടക്കാം. ഇതുപോലെ ഒന്നുകൂടെ മടക്കി 4ആയിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ മടക്കിയിടുക. ഇതുപോലെ 4 പീസാവും. ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇനി അളവെടുക്കാം. നമ്മൾ പട്ടുപാവാടയ്ക്ക് അളവെടുക്കുമ്പോൾ താഴെ നിന്നും മുകളിലേക്കാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ബോർഡർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താഴെയാണ് ബോർഡർ വരുന്നത്. അപ്പം താഴെ നിന്നും മുകളിലേക്ക് വേണം അളവെടുക്കാൻ. എനിക്കിവിടെ 37 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി 3 സൈഡിലും ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു 37. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് പടിയാണ് വേണ്ടത്, മുകളിൽ പിടിപ്പിക്കേണ്ട പടി. അപ്പോൾ അത് നമ്മുടെ വെസ്റ്റ് അളവ് വെച്ചാണ് നമ്മൾ ഇവിടെ പടി കട്ട് ചെയ്യുന്നത്. നമ്മുടെ വെസ്റ്റ് അളവ് എത്രയാണോ അത് അനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്യും. എനിക്കിവിടെ ഒരു 13 വയസ്സുള്ള കുട്ടിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് ഒരു 28 വരാൻ പാകത്തിനാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് 2 ഇഞ്ച് മാറ്റി അങ്ങനെ 30 വരാൻ പാകത്തിന് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മടക്കി വരുമ്പോഴത്തേക്കും 2 വരാൻ പാകത്തിന് 4 ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഫുള്ള് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പട്ടുപാവാട കട്ടിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഞൊറു ഇടണം. ഞൊറു ഇടുന്നതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മെറ്റീരിയൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ 2.5 ഇഞ്ച് വീതം നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഫുള്ള് 2.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. 2.5 അടയാളപ്പെടുത്തി ചെയ്യുമ്പോഴാകുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും. എന്നിട്ട് ഈ രണ്ടിൻ്റെ നടുക്ക് വരുന്ന പ്ലീറ്റ് ഭാഗം ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം അപ്പുറം ഇപ്പുറം വരുന്ന ആ 2.5 വരുന്നത് ഉള്ളിലേക്ക് വരണം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതെന്തെങ്ങനെയാണെന്ന് വെച്ചാൽ നടുക്ക് വരുന്നത് ഇതുപോലെ അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ വെച്ചിട്ട് 4ാമത് വരുന്നതിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അന്നേരം 3 1 ഉള്ളിലേക്കാണ് പോകുന്നത്. അങ്ങനെ കറക്റ്റ് ഫുള്ള് നമ്മളെല്ലാം ഞൊറുവിട്ടെടുക്കുക. ഞൊറുവിട്ടെടുക്കുമ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അളവിനനുസരിച്ച്. അതിനുശേഷം നമുക്കിതുപോലെ പടി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് പുറത്തു നിന്നും അകത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ പുറത്ത് വെച്ച് പാവാടയുടെ പുറത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കുക, അയൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് പ്ലീറ്റ് പിടിച്ചു കൊടുത്ത് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റിനിരിക്കും, പ്ലീറ്റെല്ലാം കറക്റ്റിനിരിക്കും. ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്താൽ ഫുള്ള് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്റ്റിച്ചിങ് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ പാവാടയുടെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് മുകൾ ഭാഗം 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് വെച്ച് മടക്കി കൊടുക്കണം. കുറച്ച് ഭാഗം മാത്രം. പാവാട സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് പാടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ബിഗിനേഴ്സിന് വരെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ പടിയുടെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, പൊളച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പ്രസർ അകലത്തിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എടുക്കാം. അറിയാവുന്നവർ ഉള്ളിലേക്ക് ചുമ്മാ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഒരു പൊളച്ചിലും ഒന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് അരികത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ചിങ് വരും. ഒരു പ്രസർ അകലത്തിൽ ഉള്ളിലും ഒരു സ്റ്റിച്ചിങ് വരും. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാവാടയുടെ 2 സൈഡും നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴേക്കാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത്. അതിൻ്റെ താഴേക്ക് 2 സൈഡും കൂടെ കൂട്ടി അടിച്ച് ഇതുപോലെ അടിച്ചെടുക്കുകയാണ്. അടിവശം നമുക്ക് ഒട്ടും അടിക്കാനില്ല. അത് ബോർഡർ ആയതുകൊണ്ട് നമ്മളവിടെ മടക്കി അടിക്കണില്ല. ഇത്രയേ ഉള്ളൂ പട്ടുപാവാടയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.